പ്രവാസ ലോകത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. ഇഫ്താറിനായിട്ടുള്ള സമയം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇഫ്താറിനായിട്ട് ഇതാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ള അറിയാം. എല്ലാവരും നമുക്ക് നോക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസാനായിട്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നമ്മുടെ ഈ കൊച്ചു ഖത്തറിന്റെ അകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ചാരിറ്റി സംഘടനകൾ, പല പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ടീം തിരൂര്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഫ്താർ മീറ്റ് മാത്രമല്ല, പല പല ഇവന്റ്സ്, ഫാമിലി മീറ്റപ്പ്, അതുപോലെ തന്നെ സ്പോർട്സ് ഇവന്റ്സ്, തിരൂര് ഖത്തർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു പ്രളയം വന്ന സമയത്തും അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടുകാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ടീം തിരൂര് ഖത്തർ വന്ന നൗഷാദ് മുക്കലിന്റെയും സെമീറിന്റെയും ഫൈറോസിന്റെയും നേതൃത്വത്തിൽ പുതുതായി നിലവിൽ വന്ന കമ്മിറ്റിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഇഫ്താർ സംഗമം ഇന്ന് ICCയുടെ ഈ ഒരു ക്യാമ്പസിൽ നടന്നു. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിപ്പെട്ടതിൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സൽമാനാണ് ദോഹയിൽന്നു. നമ്മളിപ്പോൾ അഗെയിൻ നോമ്പ് തുറക്കായിട്ട് പോവാണ്. നമ്മളെ ടീം തിരൂര് ഖത്തർ സംഘടിപ്പിക്കുന്ന നോമ്പ് തുറയിന് നമ്മൾ പോകുന്നത് ICC അശോക ഹാളിലേക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് എത്തി നമുക്ക് നേരെ ഫസ്റ്റ് നോമ്പ് കിട്ടിയത് ടീം തിരൂരിൻ്റെ ആയിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. വീണ്ടും നാട്ടുകാരായിട്ടുള്ള ആളുകളെ കാണാനായിട്ട് പോവുകയാണ്. നമ്മളെ കൂടെ നമ്മളെ സുഹൃത്ത് ആസാദും ഉണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള ദോഹയിലെ ക്ലൈമറ്റ്. നമ്മളിങ്ങനെ മുന്നോട്ട് സാധാരണ നോമ്പ് തുറക്കൊക്കെ നാട്ടിലിങ്ങനെ പോലല്ലേ ആസാദ. വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു 5-5:45 ഒരു മണിക്കൂർ മുന്നൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങല്. പിന്നെ ഭയങ്കര ഫാസ്റ്റൊക്കെ ആയിട്ട് പോകും. അതൊരു വേറെ വൈബാണ്. പെട്ടെന്ന് നോമ്പറക്കാനായിട്ട് പോകുന്നത് നാട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലൊക്കെ ആ ഒരു ഫീൽ ഉണ്ട്. അതിലുപരി പ്രവാസ ലോകത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതല്ലേ അങ്ങനെ അൽഹംദുലില്ലാ നമ്മളിതാ അശോകാലിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. വണ്ടിയിലും പാർക്ക് ചെയ്ത് ഞാനും മോനും അതും കൂടിയാണ് അകത്തേക്ക് പോകുന്നത്. പ്രോഗ്രാമെല്ലാം എവിടെ എത്തിയെന്നുള്ള അറിയില്ല. ഏതായാലും നമുക്ക് അകത്തേക്ക് പോകാം. ഏകദേശം 1 അവറിൻ്റെ ഇഫ്താറിനായിട്ട് തൊട്ട് മുന്നായിട്ട് ജനറൽ ബോഡി യോഗമൊക്കെ ഉണ്ട്. പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരണമുണ്ട്. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് അശോകാൾ വരുന്നത്. ഏതായാലും അകത്തേക്ക് കയറാം. ഒരു റമദാനിലെ ഒരു ലേബർ ക്യാമ്പ്, ശരിയിലെ ലേബർ ക്യാമ്പിൽ ഒരു ഇഫ്താർ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ചെയർമാൻ അഷ്റഫ് സാഹിബ് ഇതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനറൽ ബോഡി യോഗ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അൽഹംദുലില്ലാ. ടീം തിരൂരിന്റെ കരുത്തരായിട്ടുള്ള മെമ്പേഴ്സിനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അതിന് ശേഷം പല ആൾക്കാരും ഇപ്പോഴാണ് കാണുന്നത്. ഏതായാലും അൽഹംദുലില്ലാ വൺസ് അഗൈൻ കാണാൻ പറ്റിയതിൽ. ഇഫ്താറിനായിട്ടുള്ള സമയം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇഫ്താറിനായിട്ട് ഇതാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ള അറിയാം. എല്ലാവരും നമുക്ക് നോക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസാനായിട്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ നോമ്പെല്ലാം തുറന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് മസ്ജിദ്. മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അഗൈൻ നമ്മളിതാ തിരിച്ച് ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്, ബൊഫേന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ തന്നെ ലൈൻ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു ഖത്തറിൻ്റെ അകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ചാരിറ്റി സംഘടനകൾ, പല പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ടീം തിരൂര്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഫ്താർ മീറ്റ് മാത്രമല്ല, പല പല ഇവന്റ്സ്, ഫാമിലി മീറ്റപ്പ്, അതുപോലെ തന്നെ സ്പോർട്സ് ഇവന്റ്സ്, അങ്ങനെ പല പല പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. അതിലുപരി നമ്മുടെ ടീം തിരൂര് ഖത്തർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു പ്രളയം വന്ന സമയത്തും അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടുകാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ടീം തിരൂര് ഖത്തർ എത്ര പ്രശംസിച്ചാലും മതിയാവൂല. തുടർന്ന് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ പുതിയ കമ്മിറ്റിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ തിരൂർ നിവാസികളുടെ കൂട്ടായ്മയായ ടീം തിരൂർ ഖത്തർ ഏകദേശം 8 വർഷമായി ഞാൻ പ്രസിഡൻറ്റും സലീം ഗൈനകര സെക്രട്ടറിയും ഫൈറൂസ് ട്രഷററും
ആയി പ്രവർത്തനം മറ്റ് ഭാരവാഹികളുമായി പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ കമ്മിറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് ടീം തിരൂർ ഖത്തറിൻ്റെ ജനറൽ ബോഡി ഒരു ഇഫ്താറോടുകൂടി ഇവിടെ സംഗമിക്കുകയും ജനറൽ ബോഡിയിൽ നിന്നും പുതിയ കമ്മിറ്റി നമ്മുടെ നൗഷാദ് പൂക്കേൽ പ്രസിഡൻ്റായും സെമീർ സെക്രട്ടറിയായും ഫൈറോസ് MP ട്രഷററായും മറ്റ് ഭാരവാഹികൾ ചീഫ് കോർഡിനേറ്റർ സജീർ അലി ഉണ്ട്, നമ്മുടെ ജാഫർ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 20ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളുള്ള പുതിയൊരു കമ്മിറ്റി നിലവിൽ വന്നിരിക്കുകയാണ്. 8 വർഷത്തിനിടയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഭവന നിർമ്മാണവും അതുപോലെ കോവിഡിൻ്റെ സമയത്ത് ഫ്ലൈറ്റ് ചാർട്ടർ അടക്കം നമ്മുടെ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കിറ്റ് വിതരണവും പുതപ്പ് വിതരണവും അടക്കം ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, രോഗികൾക്ക് ആശ്വാസമായി ചികിത്സാ സഹായവും മറ്റ് കാര്യങ്ങളുമായി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം ഖത്തറിലെ കലാ സാംസ്കാരിക കായിക രംഗത്ത് ഒട്ടനവധി മുദ്ര പതിപ്പിച്ച ടീമാണ് ടീം തിരൂർ ഖത്തർ. ഇക്കഴിഞ്ഞ ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേക്ക് വടംവലി മത്സരത്തിൽ ആൾ ഇന്ത്യ ലെവലിൽ 1ാം സ്ഥാനം നേടിയത് ടീം തിരൂർ ഖത്തറിൻ്റെ വടംവലി ടീമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഫുട്ബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ മേഖലകളിലും ടീം തിരൂർ ഖത്തറിൻ്റെ ടീമംഗങ്ങൾ മുമ്പിൽ തന്നെയാണ്. ഇനി ഭാവി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ പുതുതായി നിലവിൽ വന്ന നൗഷാദ് പൂക്കലിൻ്റെയും സെമീറിൻ്റെയും ഫൈറോസിൻ്റെയും നേതൃത്വത്തിൽ പുതുതായി നിലവിൽ വന്ന കമ്മിറ്റിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അശോക് ഹാളിൽ വെച്ച് ഇന്ന് നടന്ന ടീം തിരൂർ ഖത്തറിൻ്റെ ഇഫ്താറിന് എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും, ഫാമിലികളൊക്കെ കുട്ടികളൊക്കെ വന്നവരുണ്ട്, എല്ലാ അംഗങ്ങൾക്കും മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. നമ്മൾ ടീം തിരൂരിൻ്റെ നോമ്പുതുറയിൽ ഇഫ്താർ സംഗമത്തിലാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. താനൂർ എക്സ്പെർട്സ് ഓഫ് ഖത്തറിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്കും അതുപോലെ ഡയസ്പോർ ഓഫ് മലപ്പുറം ഡോം ഖത്തറിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്കും ടീം തിരൂരിൻ്റെ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തി. അപ്പം ഇന്നിവിടെ പുതിയൊരു കമ്മിറ്റി കൂടെ ടീം തിരൂരിന് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഏറ്റവും അധികം വേണ്ടപ്പെട്ട സുഹൃത്ത് ഫൈറോസ്ക അതിൻ്റെ ട്രഷറായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ഇഫ്താർ സംഗമം ഇന്ന് ICCയുടെ ഈ ഒരു ക്യാമ്പസിൽ നടന്നു. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിപ്പെട്ടതിൽ. സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ KMCയുടെ പ്രവർത്തകരൊക്കെ കൂടെയുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ കഴിഞ്ഞതിലും ഇത്തരത്തിലുള്ള സമൂഹ നോമ്പുതുറകളൊക്കെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനുമൊക്കെ ഏറെ ഗുണകരമാകട്ടെ എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. സഹോദര്യവും സ്നേഹവും സൗഹൃദമൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ടീം തിരൂരിന് ഇനിയുള്ള കാലം മുന്നോട്ട് പ്രയാണം തുടരുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടേക്ക് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.